ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര, അവിടുത്തെ നൂറുൽ മുഖദ്ദസ് ആദം നബി അലൈഹിസ്സലാമിന്റെ ജബഹത്തുൽ മുബാറക്കിലേക്ക് കൈമാറ്റം ചെയ്ത മുതൽ മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ ബദ്റുൽ കരീമിലേക്ക് എത്തുന്നത് വരെ ഉള്ള മുഴുവൻ ആളുകളും വലിയ മഹ്സൂമികളും മഹ്ഫൂദികളുമാണ്. മഹ്സൂമികൾ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്, അല്ലെങ്കിൽ മഹ്ഫൂദികളാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ചില ആളുകൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാർ പലരും അവിശ്വാസികളാണ് എന്നുള്ള ഏറ്റവും വലിയ വിവരം കെട്ട വർത്തമാനങ്ങൾ, വാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വതഖല്ലുബക ഫിസ്സാജിദീൻ, തങ്ങൾ മുന്നോട്ട് വന്നത്, തങ്ങളുടെ ജന്മം നടന്നത്, തങ്ങളെ കൈമാറ്റം ചെയ്യപ്പെട്ടത് അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ആളുകളിലൂടെ മാത്രമാണ്. ബിംബാരാധകരില്ല, അതുപോലെ തന്നെ അവിശ്വാസികളില്ല, അല്ലാഹുവിനെ ശിർക്ക് വെക്കുന്നവരില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈമാറ്റം മുഴുവനും, അവിടുത്തെ നൂറുൽ മുഖദ്ദസ് മുഴുവനും കൈമാറ്റം ചെയ്യപ്പെട്ടത് ഏറ്റവും വലിയ മഹാന്മാരിലൂടെയാണ്, ഏറ്റവും ഉന്നതരായ ആളുകളിലൂടെയാണ്. വിവരമില്ലാത്തവർ അവിശ്വാസികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ വിശ്വാസികൾ അവരെ തള്ളിക്കളയണം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അവിടുത്തെ ഒരു മത്സ്യം വിഴുങ്ങിയല്ലോ. ആ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലാണ് കഴിഞ്ഞുകൂടിയത്. നമുക്ക് ആ സംഭവം വ്യക്തമായി അറിയാം. ആ മത്സ്യത്തിനെ കുറിച്ച് വരെ തഫ്സീറുകളിൽ ചില മഹാന്മാർ എഴുതി വെച്ചത് ആ മത്സ്യം ഔലിയാക്കളിൽ പെട്ടവരാണെന്നാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങിയ, യൂനുസ് നബി അലൈഹിസ്സലാം താമസിച്ച മത്സ്യത്തിന്, ആ വയറുള്ള മത്സ്യത്തിന് വിലായത്തിന്റെ മർത്തബയിലേക്ക് അല്ലാഹു ഉയർത്തിയെങ്കിൽ പുന്നാര തങ്ങളെ ഗർഭം ധരിച്ച, തങ്ങളെ നൂറുൽ മുഖദ്ദസ് കൈമാറ്റം ചെയ്യപ്പെട്ട, തങ്ങൾക്ക് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ താമസിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത ആമിന ഉമ്മയും അതിന് കാരണക്കാരനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ, ഇവർ അവിശ്വാസികളാണെന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ താമസിക്കാൻ അവസരമൊരുക്കിയ മത്സ്യത്തിന്റെ വയറ്റിന് അല്ലാഹു മഹത്വം നൽകിയെങ്കിൽ ആ മത്സ്യത്തിനെയും യൂനുസ് നബിയെയും ആദം നബി അലൈഹിസ്സലാമിനെയും സ്വർഗത്തിനെയും നരകത്തിനെയും ഇങ്ങനെ എന്തൊക്കെയുണ്ടോ എല്ലാത്തിനെയും പടക്കപ്പെടാൻ കാരണക്കാരനായ മുത്തു നബിയെ ചുമന്ന വയറുള്ള ആമിന ബീവി അവിശ്വാസിയായി മാറോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അതാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹബീബായ തങ്ങളുടെ മഹത്വം വലുതാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ മാതാപിതാക്കളുടെ മഹത്വം മനസ്സിലാക്കണം, അവിടുത്തെ സ്ഥാനം മനസ്സിലാക്കണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.